അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ മസ്ജിദുൽ ഖുബ എന്നറിയപ്പെടുന്ന മദീനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളികളിൽ ഒന്നാണ്. അഷ്റഫുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർമ്മിച്ച ഒന്നാമത്തെ പള്ളിയാണ് ഖുബ മസ്ജിദ്. മദീനയിൽ നിന്ന് 4 കിലോമീറ്റർ അകലെ മക്കയുടെ ദിശയിലായിട്ടാണ് ഈ ഖുബ എന്ന സ്ഥലം. ഹിജ്റയിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും 3 ദിവസം തങ്ങിയത് ഖുബയിലെ ബനൂ അൽ-ഖുറത്തും കുൽസുമിന്റെ വീട്ടിലായിരുന്നു. ഇദ്ദേഹത്തിന്റെ വീടിനടുത്ത് തന്നെയാണ് പള്ളി പണിതത്. ഇവിടെ വെച്ച് തന്നെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി സഹാബാമാരോടൊന്നിച്ച് പരസ്യമായി സംഘടിത നമസ്കാരം നിർവഹിച്ചതും. ക്രിസ്താബ്ദം 622 ജലസമൃദ്ധവും ഹരിതാവുമായ ഖുബയിൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തിയത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് ഹിജ്റ വന്നവരും ആദ്യം എത്തിയത് ഖുബയിൽ തന്നെ. അവരും അൻസാറുകളും ജൂത കുടുംബങ്ങളും അതിൽ ആമോദത്തോടെയാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വരവേറ്റത്. മദീനയിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, മക്കയിൽ നിന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു, പിന്നാലെ അലി റളിയല്ലാഹു അൻഹു എന്നിവരും ഖുബയിലെത്തി. അവരെല്ലാവരും ചേർന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേതൃത്വത്തിലാണ് പള്ളി നിർമ്മിച്ചത്. പള്ളിക്ക് ഖിബ്ല നിർണയിച്ച് നൽകിയത് ജിബ്രീൽ അലൈഹിസ്സലാമായിരുന്നുവെന്ന് കിതാബുകളിലൊക്കെ കാണുന്നുണ്ട്. പിന്നീട് കഅബയിലേക്ക് ഖിബ്ല മാറിയപ്പോൾ മദീനയിൽ നിന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നാണ് പള്ളി മാറ്റി പണിയത്. പള്ളി മാറ്റി പണിത് ആ സമയത്താണ്. ഇസ്ലാമിക ചരിത്രത്തിൽ പ്രാധാന്യം നിറഞ്ഞ പള്ളിയാണ്